ഞാൻ ഈ നനനെ കുളിച്ചിരിക്കുന്ന വേറൊന്നുമില്ല, രാവിലെ തന്നെ ഉറക്കെഴുന്നേറ്റ് കുളിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് നസീമിൽ ഒരു ഫോളോ അപ്പ് ഉണ്ട്. അങ്ങനെ ഫോളോ അപ്പ് മീൻസ് ഞാൻ മെനങ്ങാന്ന് പോയിട്ടുണ്ടായിരുന്നു, തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്തു. അങ്ങനെ ഇന്ന് റിപ്പോർട്ട് കാണിക്കണം. അപ്പോൾ ഇന്ന് റിപ്പോർട്ട് കാണിക്കാൻ പോകണം. രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിരിപ്പുണ്ട്. എമ്രുവിനെ റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ ചൂടൊക്കെ അല്ലേ, അവനിപ്പോൾ എ സി ഒക്കെ ഇടാനറിയാം ചൂടെടുക്കുമ്പോൾ. അതുകൊണ്ട് എ സി ഒക്കെ ഓണാക്കുന്നുണ്ട്. നല്ല അടിപൊളി പർപ്പിൾ കളർ ദോശയല്ലേ, ഇന്ന് വെറൈറ്റിയാണ്. എന്ത് ചെയ്യാൻ, വെറൈറ്റി ദോശയൊക്കെയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ എമ്രുവിന് വെറൈറ്റി ദോശയില്ല. എമ്രു ആണെങ്കിൽ കഴിച്ചതിന് ശേഷമാണ് ഇന്ന് ചമ്മന്തി കറിയൊക്കെ വെച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അവന് ബ്ലൂബെറി ഇട്ടിട്ട് ഒരു ദോശ ഉണ്ടാക്കി കൊടുക്കണം. ബ്ലൂബെറി ബട്ടർ അതൊക്കെ ഇട്ടിട്ട് ഒരു ദോശ അങ്ങ് കൊടുത്ത് അവൻ കഴിക്കുമല്ലോ. അങ്ങനെ അവൻ കഴിച്ചിട്ട് ബാക്കി ഒരു ദോശ ഇരുന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ കഴിച്ചതെന്നല്ല, വേറെ ആ ഒരു ദോശയും കൂടെ എടുത്ത് ഞാൻ കൂട്ടത്തിൽ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എമ്രു ആണെങ്കിൽ ഞാൻ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഹെയർ ഡ്രൈ ചെയ്യാണ്ട് പോകാൻ പറ്റൂലല്ലോ. അങ്ങനെ പിന്നെ അവൻ ആ സൗണ്ട് കേൾക്കുമ്പം എന്താണ് സംഭവം, ഇത് ഹെയർ ഡ്രയർ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കാൻ വന്നതാണ്. ആദ്യം ഇവൻ കരഞ്ഞു വിളിക്കുന്ന വേറൊന്നുമല്ല, നിങ്ങൾ കണ്ടില്ലേ അവൻ കരയുന്നതായിട്ട് അഭിനയിക്കുന്നത്. അത് ഞാൻ ഉടുപ്പിട്ട് കൊടുത്തപ്പോൾ ഡ്രസ്സൊന്നും ഇടണ്ട, അതിന് മുന്നേ അവന് വാപ്പാരെ കൂടെ പോകണമെന്നാണ് ബഹളം വെച്ചത്. ഇപ്പോൾ പിന്നെ ഇവിടെ ഓപ്പോസിറ്റ് വീട്ടിലൊന്നും അപ്പാർട്ട്മെൻറ്റിൽ പിള്ളേരൊന്നും ഇല്ലാത്തത് കാരണമേ, മീൻസ് ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ ഇവിടെ ഇപ്പോൾ ഭയങ്കര നീറ്റായിട്ടാണ് കിടക്കുന്നത്. തുടയ്ക്കേണ്ട ആവശ്യമേ വരുന്നില്ല. സെക്യൂരിറ്റിക്ക് പണി കുറവാണ്. പിള്ളേരുണ്ടെങ്കിൽ അങ്ങനെയല്ല കേട്ടോ, എപ്പോഴും തുടയ്ക്കേണ്ടി വരും. പിള്ളേരാണെങ്കിൽ എപ്പോഴും പുറത്ത് വന്നിരുന്ന് കളിയും ബഹളവും പേപ്പർ വേസ്റ്റ് എല്ലാം കൂടെ അവിടെ ഇട്ട് എന്നും ഡെയിലി പണിയാണ്. ഇപ്പോൾ അന്ന് തുടച്ച പോലെ ഇപ്പോൾ കിടക്കണം. സമ്മർ വെക്കേഷനായിട്ട് എല്ലാവരും നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളിത് ആ കാറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കാറ് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ചൂട് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഇപ്പോൾ സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്തതും കാറിൽ കയറിയപ്പോൾ എന്താണ് പറയാൻ, അവനിൽ കയറിയ പോലെ ഫീൽ, അത്രയ്ക്ക് ചൂട്. ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറകു വശമേ. അപ്പോൾ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ടൂർ നിങ്ങൾക്ക് ഫ്ലാറ്റ് ടൂർ കാണണമെങ്കിൽ, ഹോം ടൂർ കാണണമെങ്കിൽ നിങ്ങൾ കോമൻറ്റ് സെക്ഷനിലൂടെ പറഞ്ഞാൽ ഞാൻ അത് ചെയ്തിടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ പുറത്ത് ഭയങ്കര പണിയൊക്കെ നടക്കുന്നത് കാരണം എല്ലായിടും അടച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കറങ്ങി ചുറ്റിയൊക്കെയാണ് വരുമ്പോഴൊക്കെ വരുന്നതും പോകുന്നതും ഒക്കെ ഭയങ്കര പാടാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മളിതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം നേരെ നസീമിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഒന്ന് റിപ്പോർട്ടൊന്ന് കാണിക്കണം. റിപ്പോർട്ട് നേരത്തെ ഞാൻ കണ്ടായിരുന്നു. നമുക്ക് നസീമിൽ അവർ മെസ്സേജ് വാട്സപ്പ് വഴിയൊക്കെ അയച്ചു തരും. അപ്പോൾ അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഉറങ്ങുന്ന കണ്ട വീട്ടിലാണെങ്കിൽ അവൻ ഉറങ്ങൂലേ, കാറി ഉടനെ തന്നെ അവൻ്റെ ബോധം പോയി. അങ്ങനെ നസീമിലെത്തി ഡോക്ടറിൻ്റെ വിളിയും കാത്ത് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പം നമ്മൾ വാക്കിങ്ങിലാണ് വന്നത്. മെനിങ്ങാന്ന് വാക്കിങ്ങിൽ തന്നെയാണ്. മെനിങ്ങാന്ന് പിന്നെ വീക്കെൻഡ് തേഴ്സ്ഡേ നൈറ്റ് ആയത് കാരണം ഭയങ്കര തിരക്കായിരുന്നു. കുറേ നേരം ഇരുന്നിട്ടാണ് ഡോക്ടറിനെ കണ്ടത്. ഇന്നിപ്പോൾ അത്ര തിരക്കില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഡോക്ടറിനെയൊക്കെ കണ്ടു, ഒരു കുഴപ്പമില്ല. സാധാരണ കഴിക്കുന്ന തൈറോയിഡിൻ്റെ ഗുളികയും തന്ന് വിട്ടിട്ടുണ്ട്. അങ്ങനെ എമ്രു ആണെങ്കിൽ ഇവിടെ വന്ന മുതൽ തന്നെ ഭയങ്കര പീക്കബു കളിയാണ്. പുറകെ ഇരിക്കുന്ന ആരടുത്തൊക്കെയോ പീക്കബു കളിക്കുന്നുണ്ട്. പക്ഷെ അവരാരും അവനെ നോക്കുന്നില്ല, മൈൻഡ് പോലും ചെയ്യുന്നില്ല. പക്ഷെ അവൻ ഭയങ്കര കളിയായിരുന്നു. പുറത്തിറങ്ങി പോകണില്ല, ഭയങ്കര വെയിൽ. കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഇറങ്ങാൻ ഭയങ്കര പാടാണ്. പിന്നെ നമ്മൾ ഫാർമസി ഇരുന്നപ്പോൾ ഇവനാണെങ്കിൽ എൻ്റെ അടുത്ത് ഈ ഫുഡ് ബാഗിലിരിക്കുന്നത് കണ്ടോണ്ട് എപ്പോഴും അത് തന്നെ എടുക്കാൻ വേണ്ടി ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞ കാറി പോയിട്ട് തരാമെന്ന്. അങ്ങനെ കാറി കയറിയതും ദോശയും അവന് ഞാൻ ചമ്മന്തി കറിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലോട്ട് വന്ന് ഇതുവഴി വന്നപ്പോൾ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വന്നിട്ടൊരു 1.5 വർഷമെങ്കിലും ആവുമെന്നാണ് തോന്നണം. അതുകൊണ്ട് തന്നെ എന്താണ്, കുറേ നാളായതുപോലെ തോന്നി കേട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ റീക്കാണെങ്കിൽ ഇടയ്ക്കൊരു റീൽസ് കണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ അടുത്ത് തോന്നി ഇനി എനിക്ക് പ്ലാസ്റ്റിക്കിലെ ടിഫിൻ ബോക്സിൽ എനിക്ക് ലഞ്ചൊന്നും കൊടുത്തു വിടണ്ട എന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ ഗ്ലാസ്സിൽ മതിയെന്നും പറഞ്ഞ് തപ്പുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓൾറെഡി ഒരെണ്ണം മേടിക്കാൻ തന്നെ ഇരുന്ന ടിഫിൻ ബോക്സ്, കാരണം ഇവൻ പ്ലാസ്റ്റിക്കിലാണ് ഇരുന്നത്, അത് എറിഞ്ഞ് പൊട്ടിച്ച് ഒരു വഴിയാക്കിയിട്ടുണ്ട്. ഒരെണ്ണം ഓൾറെഡി പൊട്ടിച്ച് ഞാൻ പിന്നെ എടുത്ത് വേസ്റ്റ് കളയാണ് ചെയ്തത്. ഒരെണ്ണം ഉള്ളത് കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. അങ്ങനെ പിന്നെ നമ്മൾ മേടിച്ചു. പിന്നെ ഇവിടെ ഫ്രഷായിട്ട് കരിമ്പ് ജ്യൂസ് കൊടുക്കുന്നുണ്ട്. റീക്ക കരിമ്പ് ജ്യൂസ് മേടിച്ചു. എമ്രുവിന് കുറച്ച് കൊടുത്തേ, അവന് ഇഷ്ടമാണ് കരിമ്പ് ജ്യൂസ്. ഞാൻ ഇവർ മേടിക്കുന്ന കണ്ടില്ല, അതുകൊണ്ട് ഞാൻ പോയിട്ട് അവിടെ ഓൾറെഡി ഫ്രഷ് ജ്യൂസ് തന്നെ ഇങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, മാംഗോ. അതെടുത്ത് 2 ബോട്ടിൽ. അപ്പോഴാണ് ഞാൻ കണ്ടത് ഇവർ അവിടെ നിന്ന് കരിമ്പ് ജ്യൂസ് മേടിക്കുന്ന. പിന്നെ ഞാൻ എന്തായാലും എടുത്തല്ലേ എന്ന് പറഞ്ഞാൽ അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കരിമ്പ് ജ്യൂസ് കുടിച്ചു, ഞാൻ കാറി കയറിയിട്ട് മാംഗോ ജ്യൂസ് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചതിൻ്റെ ബോട്ടിൽ കയ്യിലിരുന്നത് എമ്രുവിന് കൊടുത്തിട്ടുണ്ട്. തൽക്കാലം അത് വെച്ച് കളിക്കട്ടെ എന്നും പറഞ്ഞ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അമ്മൻ മെസ്സിൽ വന്നിട്ടുണ്ട്. സാധാരണ ഇവിടെ എപ്പോഴും ഡിന്നർ ടൈമിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിന്നറിനുള്ള ആഹാരം കഴിക്കും. ഇവിടെ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ റീക്കാണെങ്കിൽ ഇന്ന് മീൽസ് കഴിക്കണം. എവിടെ പോകാമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് നല്ല മട്ടൻ ബിരിയാണി ഇന്ന് കഴിക്കണം എന്ന് തോന്നുന്നുണ്ട്. മട്ടൻ ബിരിയാണി കിട്ടുന്ന എവിടെയാണോ അവിടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മൻ മെസ്സിലോട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ ലഞ്ച് കഴിച്ചപ്പോഴും ലഞ്ച് അടിപൊളി. വെജ് മീൽസൊക്കെ ഒരു രക്ഷയില്ല, ഭയങ്കര ഒരു ഒത്തൻറ്റിക് ടേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ കഴിക്കുന്ന പോലെ തോന്നും. എന്തോ മെസ്സിൽ അങ്ങനെയാണെന്നാണ്
എന്നാണ് റീക്ക പറയുന്നത്. നമ്മൾ ഈ മെസ്സിൽ നിന്നും കഴിച്ചിട്ടില്ലല്ലോ, ആദ്യമായിട്ടാണല്ലോ കഴിക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് കേട്ടോ. വെജ് മീൽസ് ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്തു. എമ്രു ഓൾറെഡി ദോശ കഴിച്ചുകൊണ്ട് കുറച്ച് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പപ്പടവും ചോറും ഒക്കെ ഇച്ചിരി പോലെയൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ നമ്മൾ നേരെ മിർഖ മാളിൽ വന്നിട്ടുണ്ട്. ഒന്ന് മൂവി കാണാനാണ് വന്നത്. അപ്പോൾ ഇവൻ ഇത്രയും നേരം കാറിരുന്ന് കുറച്ച് നേരം ഉറങ്ങിയത് തന്നെ ഉറങ്ങാത്തതുകൊണ്ട് എന്തായാലും ഉറങ്ങുമെന്നറിയാം. അങ്ങനെ നമ്മൾ പിന്നെ മൂവിക്ക് വന്നതാണ്. ഗട്ട കുസ്തി. ഗട്ട കുസ്തിയുടെ ഫസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേ ഐശ്വര്യ അഭിനയിച്ചത്, പിന്നെ വിഷ്ണു വിശാൽ. അപ്പോൾ അത് ഭയങ്കര കോമഡി മൂവിയാണല്ലോ. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നത് കാരണം ഈ കമ്പനി നമുക്ക് പോയി കാണാമെന്ന്. ഇപ്പം ഉറങ്ങാൻ പ്ലാനുണ്ട്, സാധനമൊക്കെ വാങ്ങിച്ച് കാറിയിരിക്കുകയാണേ. പിന്നെ ഒരു കാര്യം ചെയ്ത് നമ്മളാണെങ്കിൽ എവിടെ പോകാമെന്നും പറഞ്ഞ് ആലോചിച്ച് ഞാൻ പറഞ്ഞാൽ മിർഖ മാളിൽ പോകാം. മിർഖ മാളിൽ എപ്പോഴും ആരും കാണൂല കേട്ടോ. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ അധികം ആരും കാണൂല. മൂവിക്ക് പോയാലും എനിക്ക് ഓർമ്മയുണ്ട്, ഇടയ്ക്ക് നമ്മൾ വന്നപ്പോൾ ഞാൻ റീക്കായി മാത്രം ഏതോ ഒരു മൂവി തിയേറ്ററിൽ ഒറ്റയ്ക്കിരുന്ന് കണ്ടു. കാരണം വേറെ ആരും ഇല്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ വെറും 6 പേര് ഞങ്ങളെയും കൂടെ കൂട്ടിയാണ് 6 പേരാണ് ആ ഒരു മൂവി ഇരുന്ന് കണ്ടത്. അങ്ങനെ നമ്മളിവിടെ മാളിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവന് ഇനി എന്തായാലും ഉറക്കാതെ നമുക്ക് മൂവി കാണാൻ പറ്റില്ല. കാരണം 2-2.5 മണിക്കൂർ ഇവന് മാനേജ് ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരിടത്ത് തന്നെ ഇരിക്കാൻ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൻ ഇരിക്കില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഉറക്കണമെന്നും പറഞ്ഞ് തീരുമാനിച്ച് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. സമയമുണ്ട്, 3:50 മൂവി, 4 മണിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇടാൻ. ഗൈസ്, നമ്മൾ ഗട്ട ഗുസ്തി സിനിമ കാണാൻ വേണ്ടി പോയാണ്. മിർഖ മാളിലാണ് നിൽക്കുന്നത്. 3:50 ഷോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എമ്രുവിനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. എമ്രു ഉറങ്ങിയിട്ട് വേണം നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എമ്രുവിനെ ഉറക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം. സാധാരണ ഇവിടെ ഖത്തറിൽ ഏത് മാളിൽ പോലും ഭയങ്കര തിരക്കാണ്. പക്ഷേ മിർഖ മാളിൽ നേരെ ഓപ്പോസിറ്റാണ്. കല്യാണം കഴിഞ്ഞ് നമ്മളെപ്പോഴും മൂവിക്ക് വരുന്നത് ഈ ഒരു മാളിലാണ്. ആരും ഇല്ലാത്ത കാരണം എനിക്കിങ്ങനെ അധികം ആൾക്കാർ ഉള്ള ഈ തിയേറ്ററിൽ പോയി കാണാൻ അത്ര താല്പര്യം. ആണെങ്കിൽ ഉറങ്ങുന്നില്ല, ഒരു രക്ഷയില്ല. ഇവിടെ കറങ്ങി നമ്മൾ നിൽക്കുകയാണ്. ഇതുവരെ എമ്രു ഉറങ്ങിയിട്ടില്ല. കാണിച്ചത് എമ്രു എന്നെ ഷാ എന്നാണ് വിളിക്കുന്നത്. റീക്ക ഷാ എന്ന് വിളിക്കണം കേട്ട് അവനും ഷാ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ എമ്രുവിനെ ഉറക്കുന്നത് പരാജയപ്പെട്ടിട്ട് നമ്മളിതാ നേരെ അകത്ത് കയറിയിട്ടുണ്ട്. 4 മണിക്ക് ഇടോളെന്ന് പറഞ്ഞു. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഒരു 2:30 ഇവിടെ മാളിലെത്തിയപ്പോൾ പിന്നെ കുറച്ച് നേരം കാറിലൊക്കെ ഇരുന്ന്. അങ്ങനെ പിന്നെ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നടക്കണ്ട, നമുക്ക് തിയേറ്ററിൻ്റെ അകത്ത് പോകാം. അകത്ത് കയറുമ്പോൾ അവൻ ഉറങ്ങുന്നു. കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെ ഒരു മൂവിക്ക് കയറിയിട്ട് അവൻ ഉറങ്ങാതിരുന്നുകൊണ്ടാണ് നമ്മൾ പോയത്. അപ്പോൾ തന്നെ അവൻ കയറി കുറച്ച് നേരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ ഉറങ്ങി. അങ്ങനെ ഇവിടെയും അതുപോലെ തന്നെ ഉറക്കാമെന്ന് പറഞ്ഞാണ് അകത്ത് കയറിയത്. അങ്ങനെ മൂവിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഹാഫ് ഇൻ്റർമിഷൻ ആയപ്പോഴത്തേക്കും റീക്ക ചെന്ന് പോപ്കോണൊക്കെ മേടിച്ചേ. ഞാൻ കയറിയപ്പോൾ തന്നെ പോപ്കോൺ വേണമെന്ന് പറഞ്ഞു. പക്ഷേ എമ്രു ഇനിയിപ്പം ആഹാരം ഇരിക്കുന്ന കണ്ട ഉറങ്ങൂല. അതുകൊണ്ട് റീക്ക പറഞ്ഞ് നമുക്ക് പിന്നെ മേടിക്കാം. അങ്ങനെ അവൻ ഉറങ്ങയല്ലേ എന്നും പറഞ്ഞ് ഇൻ്റർമിഷൻ ആയപ്പോഴാണ് മേടിച്ചത്. അവനൊരു 1.5 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3/4 മണിക്കൂർ എഴുന്നേറ്റ് ഇരുന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കൊടുത്തും സ്നിക്കേഴ്സൊക്കെ പോയി മേടിച്ച് ഞാൻ കുറച്ച് 2 പഴം എടുത്ത് വെച്ചിരുന്നു ബാഗിൽ. അപ്പോൾ അതൊക്കെ കൊടുത്ത് എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത്. മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി മൂവിയായിരുന്നു. ഭയങ്കര കോമഡി മൂവിയായിരുന്നു. സാധാരണ ഈ ഏതെങ്കിലും മൂവി ഫസ്റ്റ് പാർട്ട് വന്നിട്ട് സെക്കൻഡ് പാർട്ട് വന്നിട്ട് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇതെന്തോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കോമഡി മൂവി ആയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോമഡി മൂവീസ് കാണാൻ വേണ്ടി. പിന്നെ എമ്രുവിൻ്റെ വിശപ്പിൻ്റെ വിളി ഓൾറെഡി വന്നത് കാരണം നമ്മൾ തൊട്ടടുത്തുള്ള ടേസ്റ്റ് ഓഫ് മുംബൈയിൽ വന്ന് കാറൊന്നും എടുത്തില്ല, നേരെ നടന്നാണ് വന്നത്. അങ്ങനെ ഇവിടെ ഒന്ന് അവനെ വെജ് ഫ്രൈഡ് റൈസ് മേടിച്ചു കൊടുത്തു. നമ്മളും അത് തന്നെ പാഴ്സൽ മേടിച്ചു. പിന്നെ ഇവിടുത്തെ ക്രീമിനെ പറ്റി പറയുകയാണെങ്കിൽ മാംഗോ ക്രീം, കസ്റ്റാർഡ്, ആപ്പിൾ ക്രീമൊക്കെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ അതും മേടിച്ച് എല്ലാം പാഴ്സലാണ്. ചായ മാത്രം ഇവിടെ ഇരുന്ന് കുടിച്ചു. കാരണം ഇപ്പോൾ ഒരു 7 മണി ആയിട്ടുള്ളൂ. അപ്പം ഡിന്നർ കഴിക്കാനുള്ള സമയം ആവാത്തത് കാരണം നമ്മൾ പാഴ്സലും കൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളെപ്പോൾ മെർക്കാബി വന്നാലും ഇവിടെ വന്നാണ് ഡിന്നർ കഴിക്കാറുള്ളൂ. ഞാൻ അതുപോലെ ബട്ടർ ചിക്കനൊക്കെ മേടിച്ച് കഴിക്കും. നല്ല ടേസ്റ്റാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പം വേറെ ഒന്നും മേടിച്ചില്ല. തൽക്കാലം വെജ് ഫ്രൈഡ് റൈസും കൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ മിർഖ മാളിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണ്. അങ്ങനെ ഇനി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. രാവിലെ തന്നെ ഇറങ്ങിയതാണ്, ഭയങ്കര ടയേർഡാണ്. എമ്രും ടയേർഡാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാവേ.